ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രോഗ്രസ് ട്രേഡിംഗ് ചാനൽ. പ്രോഗ്രസ് ട്രേഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടോപ്പിക്കിന് മുൻപായിട്ട് ഐ ആം നോട്ട് എ ഫൈനാൻഷ്യൽ അഡ്വൈസർ, ജസ്റ്റ് ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്. അപ്പോൾ ട്രേഡിങ് ചെയ്യുന്നവരെല്ലാവരും മാക്സിമം 18 വയസ്സായവരായിരിക്കണം. 18 വയസ്സിന് താഴെയുള്ളവർ ഈ ട്രേഡിംഗ് ഫീൽഡിൽ ചെയ്യാതിരിക്കുക. 18 വയസ്സിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുക. ഓക്കെ, അപ്പം ഡെമോയ്ക്കകത്ത് പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ എന്താ പറയുക ക്ലിയർ ആയതിനു ശേഷം മാത്രം നിങ്ങൾ ലൈവ് അക്കൗണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക, ലൈവിനകത്ത് ട്രേഡ് ചെയ്യുക. കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ലൈവിലേക്ക് ചെയ്യാവുള്ളൂ. ഓക്കെ, അതായത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇറങ്ങുക. അപ്പം ക്യോടെക്സ് എന്നല്ല, ഏതൊരു ബൈനറി പ്ലാറ്റ്ഫോം ആയാലും ട്രേഡിംഗ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിനകത്ത് റിസ്ക് കൂടുതലാണ്. റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി റിസ്ക് ആണ്. അപ്പോൾ ആ റിസ്ക് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ മേഖലയിലോട്ട് ഇറങ്ങാവുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഞാനൊരു അഡ്വൈസ് ചെയ്യുന്നതാണത്. കാരണം നമ്മൾ പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങൾ ട്രേഡ് ചെയ്ത് ലോസ് ആകാൻ പാടില്ല. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഏജ് ലിമിറ്റും മറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്തൊരു മെയിൻ ഘടകമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. മാക്സിമം ഡെമോയ്ക്കകത്ത് ഇപ്പോൾ ക്യോടെക്സ് ആയാലും ബിനോമ ആയാലും ഐക്കോ ഓപ്ഷൻ ആയാലും ഒളിമ്പിക് ട്രേഡ് ആയാലും ഏതൊരു ബൈനറി പ്ലാറ്റ്ഫോം ആയാലും അതിനകത്തേക്ക് നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഡെമോയ്ക്കകത്ത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ആ ഡെമോയ്ക്കകത്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ഒരു എന്താ പറയുക അത്യാവശ്യം ഒരു ട്രേഡ് എടുക്കാനും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞു വരുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും സംശയമുള്ളൊരു കാര്യമാണ്. ഓക്കെ, പലർക്കും സംശയമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പാറ്റേൺ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ആ പാറ്റേൺ മനസ്സിലാവുന്നതായിരിക്കും. അതായത് ഇപ്പം നമ്മൾ അപ് ട്രെൻഡിലേക്ക് പോകുന്ന ഒരു ചാർട്ടാണ്. അപ് ട്രെൻഡിലേക്ക് പോകുന്നത് ചാർട്ട് ഇങ്ങനെ അപ് ട്രെൻഡിലേക്ക് ഇങ്ങനെയാണ് പോകുന്നത്. അതായത് 3-4 ക്യാൻഡിൽസിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ എന്ത് പറയും, മൊമെൻറ്റം എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ മൊമെൻറ്റം ഫോളോ അപ്പ് ചെയ്ത് ഇപ്പം നമ്മളിങ്ങനെ ക്യാൻഡിൽസ് ഫോം ആയതിനു ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം, നിങ്ങൾക്ക് മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ചാർട്ടിലൊക്കെ ക്യാൻഡിൽസ് ഫോം ആകുക. ഓക്കെ, ഇങ്ങനെയൊക്കെ ഫോം ആയിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും നിൽക്കുക, ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്യാൻഡിൽസ് നിൽക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന അവസരങ്ങളിൽ ഇങ്ങനെ 4 ക്യാൻഡിൽസിന് മേലെ അല്ലെങ്കിൽ 3 ക്യാൻഡിൽസിന് മേലെ സെയിം കളേഴ്സ്, അതായത് അപ്പോൾ ഇത് ബുള്ളിഷ് ആകട്ടെ ബെയറിഷ് ആകട്ടെ, ആ ബുള്ളിഷ് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ നോക്കുക, ഇതിപ്പോൾ ഒരു എന്താ പറയുക, ഇതൊരു റെസിസ്റ്റൻസ് ലെവലാണ്. ഓക്കെ, അപ്പോൾ ഈ റെസിസ്റ്റൻസ് ലെവലിൽ ഇവിടുന്ന് വീണ്ടും റീട്രേസ് ചെയ്യും. എന്താ ചെയ്യുക, ഇതിനെ നമ്മൾ റീട്രേസ് ക്യാൻഡിൽസ് എന്ന് പറയും. അതായത് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസിൽ ഒരു മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു റീട്രേസ്മെന്റ് ക്യാൻഡിൽസ് ഉണ്ടാകും. ഈ റീട്രേസ്മെന്റ് ക്യാൻഡിൽസിന് ശേഷം സാധാരണപ്പെട്ട അതായത് നമ്മളിപ്പം ബിഗിനേഴ്സ് ആകട്ടെ, ഒരു പ്രോ ലെവലിലുള്ള ട്രേഡേഴ്സ് ആകട്ടെ, അവർക്കെല്ലാം പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ് സംഭവം. നമ്മൾക്ക് എന്ത് സംഭവിക്കും, നമുക്ക് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഓപ്പോസിറ്റ് ട്രേഡ് എടുക്കും. അതായത് നമ്മൾ വീണ്ടും ചെയ്യുന്ന ഒരു തെറ്റാണ്. തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇതിൻ്റെ അതായത് പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോ, അതായത് ഇതിനെ നമ്മൾ എന്താ പറയുക, സിം ലോ എന്ന് പറയും. ഇതിനെ നമ്മൾ എന്ത് പറയും, സിം ലോ. മനസ്സിലായോ? ഇതിനെ നമ്മൾ സിം ലോ എന്നാണ് പറയുന്നത്. സിം ലോ. ഈ സിം ലോ എന്ന് പറഞ്ഞ ഇതൊരു മെയിൻ ഘടകമാണ്. അപ്പൊ പ്രീവിയസ് ക്യാൻഡിലെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് ചിന്തിക്കുക, ഇതൊരു ഹാമറാണ്. അതായത് ഒരു ഹാമറാണ്. ഈ ഹാമറിനെ നമ്മൾ കരുതും ഇവിടുന്ന് ഇത് ആംഗിൾ ഫിൻ ചെയ്തു. ഏത്, ഈ ക്യാൻഡിൽ ഇതിനെ ആംഗിൾ ഫിൻ ചെയ്തെന്ന് നമ്മൾ കരുതും. ഇത്ര ഏരിയ ആംഗിൾ ഫിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു കൺഫർമേഷൻ ആണെന്ന് കരുതും. ഓക്കെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഒരു ബാഡ് തിങ്കിങ് ആണത്. ഇതൊരിക്കലും ഒരു കൺഫർമേഷൻ അല്ല. കൺഫർമേഷൻ അല്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണപ്പെട്ട ഒത്തിരി യൂട്യൂബേഴ്സും അല്ലാത്തവരൊക്കെ നമുക്ക് ഈ എന്താ പറയുക ഫേക്ക് വീഡിയോസ്, ഇപ്പം നമുക്ക് ആരെ പറ്റി പേരും പറയേണ്ട ആവശ്യമില്ല, അത് ആര് പറഞ്ഞു തന്നാലും അതൊരു ഫേക്ക് ആണ്. അതായത് നമ്മൾ എന്താ കരുതുക, ഇവിടുന്ന് ഇപ്പം ഈ ക്യാൻഡിലിനെ ആംഗിൾ ഫിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ബിഗിനേഴ്സ് ആയിട്ട് ആരുമായിട്ട് ചിന്തിക്കുന്നത് ഈ അടുത്ത ക്യാൻഡിൽ വീണ്ടും റെഡ് ഫോം ആകും.
ഈ റെഡ് ഫോം ആവും എന്നുള്ളതാണ് നമ്മൾ അടുത്ത ആലോചിക്കുന്ന ഒരു കാര്യം. പക്ഷെ ഒരിക്കലും ഈ റെഡ് ക്യാൻഡിൽ ഫോം ആകുക എന്നുള്ളത് മാത്രമല്ല, ഇതിപ്പോ എന്ന് വെച്ചാൽ നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക, ഈ ഫോം ആകുന്ന ഈ ഇൻവെർട്ടർ ഹാമറും ഈ നെക്സ്റ്റ് ക്യാൻഡിൽ റെഡ് ക്യാൻഡിലും ഇത് 2 മിനിറ്റിൽ കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ക്യാൻഡിലാണ്. അതായത് 2 മിനിറ്റിൽ നമ്മൾ കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ജസ്റ്റ് മാറ്റി നിങ്ങൾ വരച്ച് കാണിച്ചു തരാം. ഇങ്ങനൊരു ക്യാൻഡിൽ, അതായത് ഞാൻ ഗ്രീൻ കളറിൽ തന്നെ കാണിക്കാം, ഇങ്ങനൊരു ക്യാൻഡിലായിരിക്കും ഫോം ആവുക. ഇങ്ങനൊരു ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം അതിൻ്റെ ലോ സിം, ഈ സിം ആയിരിക്കും കാണിക്കുന്നത്, ഈ സിം ലോ ആയിരിക്കും കാണിക്കുന്നത്. അതായത് 1 മിനിറ്റ് ചാർട്ടിനെ നമ്മൾ കൺവെർട്ട് ചെയ്തിട്ട് 2 മിനിറ്റിലോട്ട് നമ്മൾ കൺവെർട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അതായത് ഈ 1 മിനിറ്റിൽ കാണിക്കുന്ന ഈ ഒരു ഗ്രീൻ ക്യാൻഡിലും, അതായത് ഇൻവെർട്ടർ ഹാമറും വീണ്ടും 1 മിനിറ്റിൽ ഫോം ആയിരിക്കുന്ന റെസിസ്റ്റൻസ് ലെവലിൽ ടച്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു റെഡ് ക്യാൻഡിലും നമ്മൾ 2 മിനിറ്റിൽ കൺവെർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒറ്റ ക്യാൻഡിലായിരിക്കും കാണുന്നത്. ഈ ഒരൊറ്റ ക്യാൻഡിലായിരിക്കും നമുക്ക് കാണുന്നത്. അതാണ് നമ്മൾക്കെല്ലാം പറ്റുന്ന ഒരു അബദ്ധം, അല്ലെങ്കിൽ ഒരു തെറ്റെന്ന് പറയാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഈ സപ്പോർട്ട് ഏരിയയിൽ, ഞാൻ ജസ്റ്റ് വരച്ച് കാണിച്ചത്, ഈ സപ്പോർട്ട് ഏരിയയിൽ ക്യാൻഡിൽസ് എങ്ങനെ ആയിരിക്കും ഫോം ആവുക, ഈ സപ്പോർട്ട് ഏരിയയിൽ 2 മിനിറ്റിൽ കൺവെർട്ട് ചെയ്യുമ്പോഴത്തേക്കും 1 2 മൂവ്മെന്റ് ഫോളോ അപ്പ് 2 3, ഓക്കെ, ഇങ്ങനെ ആയിരിക്കും ക്യാൻഡിൽസ് ഫോം ആവുക. ഇത് നിങ്ങളെല്ലാം പ്രോ ലെവലിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പ്രോ ലെവൽ ട്രേഡേഴ്സ് അടക്കം ഈ പറയുന്ന ഞാനടക്കം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ആയിരിക്കും 2 മിനിറ്റിൽ ക്യാൻഡിൽസ് ഫോം ആവുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിക്കും 6 ക്യാൻഡിൽസ് അല്ലേ വരണ്ടേന്ന്. ഓക്കെ, ഇവിടെ ഒരു ക്യാൻഡിൽസും കൂടെ നമുക്ക് വരാം, ഇവിടെയും കൂടെ നമ്മൾക്ക് ഒരു ക്യാൻഡിൽസ് വരാം, ഇവിടെയും കൂടെ ഒരു ക്യാൻഡിൽ ഫോം ആകും. അതായത് ഒരു സപ്പോർട്ടിൽ ഇവിടെയും കൂടെ ഒരു ക്യാൻഡിൽ ഫോം ആകും. അതാണ് അതിന്റെ കറക്റ്റ് രീതി. കാരണം ഇത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഒരു മനുഷ്യരും നിങ്ങൾക്ക് പറഞ്ഞു തരാത്ത ഒരു ഐഡിയ ആണിത്. ഓക്കെ, നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരില്ല. കാരണം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്താണ്, അപ്പിലേക്ക് കുറെ ട്രേഡ് എടുക്കുക, ഡൗണിലേക്ക് കുറച്ച് ട്രേഡ് എടുക്കുക, കുറെ ഇൻഡിക്കേറ്റേഴ്സ് പരിചയപ്പെടുത്തുക, കുറച്ച് ഫേക്ക് ആയിട്ടുള്ള കുറച്ച് എന്താ പറയാ അഡ്വാൻസ് ആണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരിക. അതൊന്നും അല്ല ഒരിക്കലും ട്രേഡിങ്ങിനകത്ത്. അതായത് ഇപ്പൊ ഇതിനിടയ്ക്ക് ചിലപ്പോൾ ഒരു റീട്രേസ്മെന്റ് റെഡ് ക്യാൻഡിൽസ് ഒക്കെ ഉണ്ടാവും, ഇതിന്റെ ഇടയ്ക്ക് ഒരു റെഡ് ക്യാൻഡിൽസ് ഉണ്ടാവും, ഇങ്ങനെ ഒരു ക്യാൻഡിൽസ് ഒക്കെ ഉണ്ടാവും. അതായത് ഇങ്ങനെയൊക്കെ റെഡ് ക്യാൻഡിൽസ് ചിലപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടാവും, ഒരു ഡോജി ക്യാൻഡിൽ പോലെ വന്നിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഇതിന്റെ ഇടയ്ക്ക്. അപ്പം ആ ഒരു ക്യാൻഡിൽ നമ്മൾ നോക്കണ്ട. ആ സെന്ററിൽ കാണുന്ന ഒരു ക്യാൻഡിലിനെ നമ്മൾ ലോൺലി ക്യാൻഡിൽ എന്ന് പറയും. അത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഈ മൊമെന്റത്തിൽ വന്നിട്ട് ഒരു സപ്പോർട്ട് ലെവലിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ലെവലിലായിരിക്കും ഇങ്ങനെ ഫോം ആകുന്നത്. ഇതിനെ എന്താണ് നമ്മൾ പറയുന്നത്? ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാകത്തില്ല. കാരണം ഇതൊരു എഡ്യൂക്കേഷണൽ വീഡിയോ ആണ്. ഇത് എഡ്യൂക്കേഷണൽ വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. കാരണം ഇപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുമ്പം ഏതൊരു ബൈനറി പ്ലാറ്റ്ഫോമിനകത്തും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തിങ്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അത് തിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. സോ അതുകാരണം നിങ്ങളത് മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ ബ്ലാ എന്ന് പറഞ്ഞ് ടൈം കളയുമല്ല. ഇങ്ങനെ ഒരു ഫോമിങ് ആകുമ്പോഴത്തേക്കും അപ്പൊ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്, നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ ലെവലിൽ നമ്മൾക്ക് എന്താ ഉള്ളത്, ഈ ലെവലിൽ നമുക്ക് 1 മിനിറ്റ് എം വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈ ലെവലിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ലെവലിൽ ഞാൻ ഇട്ടേക്കുന്ന ഇതിനെ 2 എം എന്നാണ് ഇട്ടേക്കുന്നത്. അതായത് ഇത് 1 മിനിറ്റ് ക്യാൻഡിലിന്റെ ഡയവേഷനും ഇത് വന്നിട്ട് 2 മിനിറ്റുമാണ്. അപ്പം നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം, 1 മിനിറ്റിനകത്ത് നമുക്ക് ഫോം ആയേക്കുന്ന ക്യാൻഡിൽസ് വന്നിട്ട് 6 എണ്ണവും റെസിസ്റ്റൻസ് ലെവലിൽ നമ്മൾക്ക് ഒരു റെഡ് ക്യാൻഡിലും 5 എണ്ണവും റെസിസ്റ്റൻസ് ലെവലിൽ ഒരു റെഡ് ക്യാൻഡിലും അടക്കം ടോട്ടൽ 6 ക്യാൻഡിൽ. നേരെ മറിച്ച് നമ്മൾ 2 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? 1 2 3 ക്യാൻഡിൽ, 2 മൊമെന്റം ക്യാൻഡിലും ഒരു ഹാമർ ക്യാൻഡിലും. ഓക്കെ, ഈ ഹാമർ ക്യാൻഡിലിന്റെ ഈ വിക്കിന്റെ ഏരിയ എന്താണ്? ഈ ഹാമർ ക്യാൻഡിലിന്റെ വിക്കിന്റെ ഏരിയ എന്താണ് സംഭവം? ആ വിക്കിന്റെ ഏരിയ ഫുള്ള് സെല്ലേഴ്സ് ആണ്. ഈ ഹാമർ ക്യാൻഡിലിന്റെ
ഈ വിക്കിന്റെ ഏരിയയിൽ ഫുള്ള് സെല്ലേഴ്സ് ആണ്. ആരാണ്? സെല്ലേഴ്സ് ആണ്. ഈ ഹാമർ ക്യാൻഡിൽ വിക്കിന്റെ ഏരിയയിൽ മൊത്തം സെല്ലേഴ്സും, അതായത് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയ. എന്താണ് ലിക്വിഡിറ്റി? ഈ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഏരിയ ഫുള്ള് ബയേഴ്സും ആണ്. ഇതാണ് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയ. ഓക്കെ, അതിനെ ഞാൻ ബ്ലാക്ക് കളറിലും, അതായത് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യാത്ത ഏരിയയെ ഞാൻ യെല്ലോ കളറിലും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇത് ലിക്വിഡിറ്റി പ്രൊവൈഡിങ് ഏരിയ, ഇത് വിത്തൗട്ട് ലിക്വിഡിറ്റി പ്രൊവൈഡിങ് ഏരിയ. പക്ഷെ നമ്മൾക്ക് എന്താണ് ചിന്തിക്കാനുള്ള? ഒറ്റ കാര്യം ചിന്തിക്കുക. നമ്മൾ ജസ്റ്റ് 2 മിനിറ്റിൽ കൺവെർട്ട് ചെയ്തതിന് ശേഷം നമ്മൾക്ക് 3 ക്യാൻഡിലും 1 മിനിറ്റ് കൺവെർട്ട് ചെയ്തതിനു ശേഷം നമുക്ക് 6 ക്യാൻഡിലും വരുന്നുണ്ട്. ആറാമത്തെ ക്യാൻഡിൽ റെഡ് ക്യാൻഡിലും, ആറാമത്തെ ക്യാൻഡിൽ റെഡ് ക്യാൻഡിലും, മൂന്നാമത്തെ ക്യാൻഡിൽ 2 മിനിറ്റിലുള്ളതിനകത്ത് ഹാമറും 2 ലിക്വിഡിറ്റി ക്യാൻഡിലും മാത്രമാണുള്ളത്. ഇതാണ് നമ്മളുടെ ഇവിടുത്തെ സെറ്റപ്പും നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം. ഇത്രയും കാര്യം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം കുറച്ച് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. ദിസ് ഈസ് എ നോളജ്. ഇതൊരു നോളജ് ആണ്. ഇതൊരു 100% നോളജ് എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ഒരു 80% അല്ലെങ്കിൽ 90% നോളജ്. ബൈനറിക്കകത്ത് ട്രേഡ് ചെയ്യുന്നവർക്ക് എപ്പോഴും ഒരു 80% വേണ്ട, 50% നോളജും 50% ക്യാപിറ്റലും ഉണ്ടെങ്കിൽ അവരൊരു തികഞ്ഞ ട്രേഡേഴ്സായി. അതാണ് ഇതിന്റെ വ്യത്യാസം. ഓക്കെ, അതാണ് ഇതിന്റെ വ്യത്യാസം. ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. നിങ്ങൾക്ക് ആരെങ്കിലും ഇതുപോലെ ചാർട്ടിൽ പറഞ്ഞു തരുന്നുണ്ടോ? ഇങ്ങനൊരു ഐഡിയ പറഞ്ഞു തരുന്നുണ്ടോ? 2 മിനിറ്റിൽ കൺവെർട്ട് ചെയ്യുന്നതിന്റെ കാര്യം നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? ആരും പറഞ്ഞു തരത്തില്ല. അതാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളതും പഠിക്കാനുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ ഈ പറയുന്നത്. നല്ലൊരു ഉദാഹരണം മാത്രമല്ല, ഒരു നല്ലൊരു നിങ്ങൾക്ക് ഇത് പഠിക്കാനുള്ള ഒരു അവസരം കൂടാണ് സംഭവം. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ബാക്കിലോട്ട് വീണ്ടും റിവൈൻഡ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുക. വീണ്ടും നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇതിപ്പോൾ ഇനി നമുക്ക് ലൈവ് മാർക്കറ്റിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് എങ്ങോട്ട് പോവാം? ലൈവ് മാർക്കറ്റിലേക്ക് പോവാം. ലൈവ് മാർക്കറ്റിലോട്ട് പോയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ലൈവ് മാർക്കറ്റിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇപ്പൊ ഈ മാർക്കറ്റാണ്, ഇത് നോക്കാം. ഇതിനെ നമ്മൾ 2 മിനിറ്റിലോട്ട് കൺവെർട്ട് ചെയ്ത് നോക്കാം. എന്താണ് സിറ്റുവേഷൻ നോക്കാം. 2 മിനിറ്റിലോട്ട് കൺവെർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു സപ്പോർട്ടാണ്. ഇതൊരു സപ്പോർട്ടാണ്. ഓക്കെ, ഇതൊരു സപ്പോർട്ടാണ്. ഞാൻ ആ സപ്പോർട്ടിന്റെ അടുത്ത് ഞാനൊരു ഹോറിസോണ്ടൽ ലൈൻ കൊടുക്കാൻ പോവാണ്. ഓക്കെ, ജായിത്തിയുടെ ഇട്ടുകൂട്ടുന്നുണ്ട്. ഇതൊരു സപ്പോർട്ടാണ്. ഓക്കെ, ഇതിപ്പോ 2 മിനിറ്റിലാണ് നമ്മൾ കൺവെർട്ട് ചെയ്തേക്കുന്നത്. ഇതൊരു സപ്പോർട്ടാണ്, ഇതൊരു സപ്പോർട്ടാണ്, ഇതും ഒരു സപ്പോർട്ടാണ്. സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഏരിയ ആണ്. ഇത് സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറയാൻ കാരണം എന്താ? മാർക്കറ്റ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്? ഹൈ ലോ, ഹൈ ലോ, ഹൈ ലോ. അതായത് ഇതൊരു ഹൈ, വീണ്ടും ലോ. എന്റെ മൗസ് ഓടുന്നത് വീണ്ടും ലോ, ഹൈ ലോ, ഹൈ. ഇതൊരു ഹൈ ആണ്, ഇത് വീണ്ടും ഒരു ലോ ആണ്, വീണ്ടും പോയി. പക്ഷെ നമ്മൾ വീണ്ടും 2 മിനിറ്റോട് 1 മിനിറ്റ് കൺവെർട്ട് ചെയ്യുവാണ്. നമ്മൾ എന്താ ചെയ്തത്? 1 മിനിറ്റ് കൺവെർട്ട് ചെയ്തു. മാൻഡിൽസിന്റെ നോക്കിയേ, നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലാക്കൂ? ക്യാൻഡിൽസിന്റെ ഒരു സിറ്റുവേഷൻ നോക്കിയേ. വീണ്ടും ഞാൻ കൺവെർട്ട് ചെയ്യുന്നത് 2 മിനിറ്റിലോട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കിയേ, റണ്ണിങ് ക്യാൻഡിലെ പ്രീവിയസ് ക്യാൻഡിൽ എന്താണ്? ഇവിടെ റെഡ് കളറാണ്. നമ്മളത് 1 മിനിറ്റിലോട്ട് വീണ്ടും കൺവെർട്ട് ചെയ്തു. ഓക്കെ, അവിടെ എന്താണ് സംഭവിച്ചേക്കുന്നത്? ഒരു ഇൻവെർട്ടർ ഹാമറും ഒരു ഡ്രാഗൺ ഫ്ലൈ ഹാമറും. അത് ഇത്തിരി വിക്ക് കൂടുതലാണ് സംഭവം. കാരണം അത് അത്രയും ലിക്വിഡിറ്റി ഫോം ആയിട്ട് സെല്ലേഴ്സ് അത്രയും പവറിൽ ഡൗണിലേക്ക് ബുളിഷിലേക്ക് കൊണ്ടുപോയിട്ട് വീണ്ടും ബെയറിഷിലേക്ക് പോയിട്ട് വീണ്ടും ബുളിഷിലേക്ക് പോവാണ് സംഭവം. അതുമാത്രമല്ല, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് വേറെ കാര്യം മനസ്സിലാകത്തില്ല. നമുക്ക് ചാർട്ട് മാറ്റാം. കാരണം നിങ്ങളുടെ റിസ്ക് എടുത്ത ചാർട്ടുകളിൽ നമ്മൾ മാക്സിമം ട്രേഡ് എടുക്കാതിരിക്കുക. റിസ്ക് കൂടുന്ന ചാർട്ടുകൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. ഓക്കെ, ഇതിപ്പോ 2 മിനിറ്റിലാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നോക്കൂ. ഓക്കെ, ഒരു സ്വിം ലോ ആണിത്. ഇത് സ്വിം ഹൈ, ഇതും സ്വിം ഹൈ, ഇത് സ്വിം ലോ, ഇതും സ്വിം ലോ. ഓക്കെ, അടുത്ത മാർക്കറ്റ് ട്രാവൽ ചെയ്തെത്തി മൂന്നാമത്തെ ക്യാൻഡിൽ ഫോം ആവുന്നത് എങ്ങോട്ടാണ്? മൂന്നാമത്തെ ക്യാൻഡിൽ ഫോം ആവുന്നത് എന്താ? റെഡ്. അതിനെ നമ്മൾ വീണ്ടും 1 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പൊ എത്ര ക്യാൻഡിൽസ് ആണ് വന്നേക്കുന്നത്?
1, 2, 3, 4, 5 ആറാമത്തെ ക്യാൻഡിൽ ഫോം ആകുകയാണ്. പക്ഷെ ഇത് ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ എവിടെ വെച്ചാണ് ഇത് കട്ടാണ്ടത്? ഫോം ആവുമ്പോൾ ഇത് എവിടെ വെച്ചാണ് കട്ടാണ്ടത്? ഫോം ആകുമ്പോൾ കട്ടാണ്ടെന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ഓൾറെഡി ഇതാണ് ഹൊറിസോണ്ടൽ ഇട്ടേക്കുന്നത്. നോക്കൂ, ഇതാണ് റെസിസ്റ്റൻസ് ലെവൽ. ഓക്കെ, സോറി, ഇത് ഒരു സപ്പോർട്ട് ലെവലാണ്. ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഷുവർ ഷോട്ട് എടുക്കാനോ എന്താ പറയാ നമ്മുടെ ഇതിനകത്ത് ക്യോടെക്സിനകത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബൈനറിക്കകത്തോ ഒരു ഷുവർ ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതല്ല. ഇതൊരു പ്യുവർ നോളജ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതൊരു പ്യുവർ നോളജ് ആണ്, ഇത് മനസ്സിലാക്കുക. അപ്പൊ ഇതൊരു സപ്പോർട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ഏതാണ്? നെക്സ്റ്റ് വീണ്ടും ഒരു സ്വിം ഹൈ, അതായത് ഒരു റെസിസ്റ്റൻസ് ആണ്. അടുത്ത ടാർഗറ്റ് ഏതാണ് മാർക്കറ്റിന്റെ? വീണ്ടും നമുക്ക് കോപ്പി ചെയ്യാം. അടുത്ത ടാർഗറ്റ് ഏതാണ്? ഇതാണ് അടുത്ത ടാർഗറ്റ്. ഓക്കെ, ഇതാണ് ടാർഗറ്റ്. അതായത് ഇതിപ്പോ പോകുന്നത് ബെയറിഷിലാണ്. ബൂളിഷ് മൂവ്മെന്റ് ആകുമ്പോഴത്തേക്കും എന്താണ്? ഇതെല്ലാം ടാർഗറ്റ്സ് ആണ്. ബൂളിഷ് ആകുമ്പോഴത്തേക്കും നമ്മളുടെ ഈ ഓരോ ഫസ്റ്റ് നമ്മളുടെ സ്വിം ഹൈ അതൊരു ടാർഗറ്റ് ആണ്, മാർക്കറ്റിന്റെ ടാർഗറ്റ് ആണ്. സെക്കൻഡ് ഒരു ടാർഗറ്റ് ആണ്. ഇതിപ്പോ വീണ്ടും ഞാൻ 2 മിനിറ്റിലോട്ട് ഞാൻ കൺവേർട്ട് ചെയ്യാണ്. 1, 2, 3, 4. നമുക്കിപ്പോ ഇവിടെ നോക്കാം, ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടോ നോക്കാം. ഇവിടെ ഒരു സപ്പോർട്ട് ഇല്ല, പ്രീവിയസ് സപ്പോർട്ട് ഇല്ല. കാരണം നമ്മൾ ബൈനറിക്കകത്ത് ലോങ് ആയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ഒരിക്കലും ആവശ്യമില്ല. നമുക്കൊരു 30 ക്യാൻഡിൽ അല്ലെങ്കിൽ 25 ക്യാൻഡിൽ മാത്രം നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു അനാലിസിസ് ചെയ്യാൻ പറ്റും. പ്രോപ്പർ ആയിട്ടുള്ള നമുക്കൊരു ഐഡിയ കിട്ടും, നമുക്കൊരു കൺഫർമേഷൻ കിട്ടും. ആ കൺഫർമേഷനകത്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഓക്കെ, നമുക്ക് അധികം ബാക്കിലോട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അധികം ബ്ലാ എന്ന് നമ്മൾ സംസാരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതിനകത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങളും അത് അത്യാവശ്യം വേണ്ടത് മാത്രം നമ്മൾ യൂസ് ചെയ്യുക. അല്ലാതെ നമുക്ക് എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് നല്ലൊരു ചാർട്ട് നോക്കാം. ഓക്കെ, ഞാൻ ചാർട്ട് നോക്കട്ടെ. ഇതിപ്പോൾ 2 മിനിറ്റിലാണ്. നമ്മൾ അതിനെ വീണ്ടും നമ്മൾ 1 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. 1 മിനിറ്റ് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്തായി സംഭവം? ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ബ്രേക്ക് ഔട്ട് ആണ്. അതിനു മുമ്പ് വീണ്ടും ഒരു സ്ട്രോങ് ഏരിയ ഉണ്ട്. ആ സ്ട്രോങ് ഏരിയയിൽ വീണ്ടും ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ? അവിടെ ഒരു ബ്രേക്ക് ഔട്ട്, അവിടെ ഒരു റീട്രേസ്മെന്റ്. നെക്സ്റ്റ് വീണ്ടും 2 ക്യാൻഡിൽ പോയേക്കുന്നത് ബൂളിഷിലേക്കാണ്. വീണ്ടും റീട്രേസ് ചെയ്ത് വീണ്ടും ആ ഒരു ഏരിയയിൽ ടാർഗറ്റ് മാർക്കറ്റ് വന്നിട്ട് വീണ്ടും അവിടെ മാർക്കറ്റ് ബയേഴ്സിന്റെ പ്രഷർ കൊണ്ട് വീണ്ടും അപ്പിലേക്ക് പോയിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ കാണിച്ചേക്കുന്ന 2 മിനിറ്റ് ആണ്, 1 മിനിറ്റ് ആണ്. നമ്മൾ അതിനെ വീണ്ടും 2 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ എത്രയായി സംഭവം വന്നേക്കുന്നത്? റെസിസ്റ്റൻസിന് ശേഷം ഒരു ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ചെയ്തു. ഇവിടെ ബ്രേക്ക് ഔട്ട് ഇല്ല, അവിടെ റീട്രേസ്മെന്റ് ഇല്ല. ഇവിടെ എവിടെയാണ് പ്രീവിയസിലുള്ള ബ്രേക്ക് ഔട്ട്? നമ്മൾ പ്രീവിയസ് എവിടെയാണ്? ഇവിടെ ഒരു ലോൺലി ക്യാൻഡിൽ ഉണ്ട്. ഇവിടെ ഒരു ലോൺലി ക്യാൻഡിൽ മാത്രമുണ്ട്. ഓക്കെ, ഒറ്റയ്ക്കുള്ള ക്യാൻഡിൽസിനെ ലോൺലി ക്യാൻഡിൽ എന്ന് പറയും. അത് വെരി ഡേഞ്ചറസ് ആണ്. റെഡ് ആയാലും ഗ്രീൻ ആയാലും ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴത്തേക്കും അത് ഹൈ റിസ്ക് ആയിരിക്കും നമുക്ക് മാർക്കറ്റിൽ. അത് ഏരിയ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് നമ്മൾ ട്രേഡ് എടുക്കുക. അതൊരു ഉദാഹരണം മാത്രമല്ല, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം കൂടാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത്. അതാണ് ലോൺലി ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് 2 മിനിറ്റിൽ ഇത് റീട്രേസ്മെന്റ് ചെയ്തു. നമുക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നതിൽ എനിക്കൊരു ചാർട്ട് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നത്. USD/MX നോക്കാം. ഓക്കെ, നമുക്ക് ഈ ഏരിയ നോക്കാം. ഓക്കെ, നമുക്ക് ഈ ഏരിയ നമുക്ക് പറ്റിയ ഒരു ഏരിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോ 2 മിനിറ്റ് ആണ്. ഇത് 2 മിനിറ്റ് ക്യാൻഡിൽ ഫോം ആയിരിക്കുന്നത് ഒരു ഇൻവെർട്ടർ ഹാമറാണ്. ഫോം ആയിട്ടുണ്ട്. നമ്മൾ അതിനെ വീണ്ടും 1 മിനിറ്റിലോട്ട് നമ്മൾ വീണ്ടും കൺവേർട്ട് ചെയ്യണം. നമ്മൾ 1 മിനിറ്റ് കൺവേർട്ട് ചെയ്യുമ്പോൾ കണ്ട ഞാൻ പറഞ്ഞ പോലെ തന്നെ മറ്റേത് അപ് ട്രെൻഡിൽ ഞാൻ വരച്ച് കാണിച്ചത് അപ് ട്രെൻഡിലും, ഇത് അപ് ട്രെൻഡിൽ തന്നെ ഇൻവെർട്ടർ ഹാമർ വന്നേക്കുന്നു. കണ്ട ഇവിടെ എന്താണ് സംഭവിച്ചേക്കുന്നത്? നമുക്ക് അത് വീണ്ടും 2 മിനിറ്റിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. മാർക്കറ്റിന് മൊമെന്റം ഫോളോ ചെയ്തിട്ടുണ്ട്. 2 ക്യാൻഡിൽ ഫുൾ ക്യാൻഡിൽ ഫോം ആയി. മൂന്നാമത്തെ ക്യാൻഡിൽ ഒരു ഇൻവെർട്ടർ ഹാമർ. ഈ ക്യാൻഡിൽ കണ്ടുകൊണ്ട് നമ്മൾ 2 മിനിറ്റ് നോക്കട്ടെ, 1 മിനിറ്റ് നോക്കട്ടെ. ഈ ക്യാൻഡിൽ കണ്ടുകൊണ്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുമോ? ഈ റെഡ് ക്യാൻഡിൽ കണ്ടുകൊണ്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ ഒരിക്കലും പറ്റത്തില്ല. ഇതാണ് ട്രാപ്പിംഗ്. മീൻസ് OTCയുടെ ഒരു ട്രാപ്പിംഗ് ആണ്. ബൈനറി ചെയ്യുന്നവർക്ക് ട്രാപ്പിംഗ് എന്ന് പറയുന്ന സംഭവം. അതായത് ബിഗിനേഴ്സ് വന്ന് സ്റ്റാർട്ടായിട്ട് ഇതിലേക്ക് പോകുമ്പോഴത്തേക്കും ബിഗിനേഴ്സ് എന്താ പ്രതീക്ഷിക്കുക? ഈ ക്യാൻഡിൽ, അതായത് ഈ ഇൻവെർട്ടർ ഹാമറിന്റെ നെക്സ്റ്റ് ക്യാൻഡിൽ ആംഗിൾ ഫിൻ ചെയ്തു. ഈ ക്യാൻഡിൽ ആംഗിൾ ഫിൻ ചെയ്ത ഒരു കൺഫർമേഷൻ ആണ്. എന്താണ് കൺഫർമേഷൻ? നെക്സ്റ്റ് ക്യാൻഡിൽ വീണ്ടും ബെയറിഷിലേക്ക് പോകുന്നുള്ള ആണ് നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പം
നമ്മൾ ഇത് ട്രേഡ് എടുത്തു. ഓക്കെ, നമ്മൾ ഇത് ട്രേഡ് വന്ന് നമുക്ക് ഫസ്റ്റ് കൺഫർമേഷൻ, സെക്കൻഡ് എടുത്തു, നമുക്ക് എം ടി ജിക്ക് അത് വിന്നാവും. പക്ഷേ നമുക്ക് എം ടി ജിക്ക് അത് വിന്നാവാനും നമുക്ക് ചാൻസസ് കുറവാണ് സംഭവം. കാരണം ഇത് ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. ഇതൊരു റെസിസ്റ്റൻസ് ലെവലാണ്. ഞാനിപ്പോൾ വരച്ചു തന്നേക്കുന്ന പോലെ തന്നെ ഇതൊരു റെസിസ്റ്റൻസ് ലെവലാണ്. ഇത് 1 മിനിറ്റ് ആണ്. റെസിസ്റ്റൻസ് ലെവലും 1 മിനിറ്റുമാണ്. ഇവിടുന്ന് ഏകദേശം ബ്രേക്ക് ഔട്ട് ചെയ്തു. പ്രീവിയസ് ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ചെയ്തു. ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തതിനു ശേഷം ഇത് ആംഗിൾ ഫിൻ ചെയ്തു. അതൊരു ഫസ്റ്റ് കൺഫർമേഷൻ ആണ്, ഡൗണിലേക്കുള്ള ഫസ്റ്റ് കൺഫർമേഷൻ ആണ്. നെക്സ്റ്റ് നമ്മൾ ലോസ് ആയി. പക്ഷെ ഇതിനകത്ത് ഫസ്റ്റ് വന്നേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ആക്ഷൻ ലെവലിൽ നമ്മൾ നോക്കണം. പ്യുവർ പ്രൈസ് ആക്ഷൻ ലെവൽ നോക്കണം. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ഇല്ല. പ്രൈസ് ആക്ഷൻ ലെവൽ വരുന്ന ഏരിയ ഏതാണ്? 50, അതായത് 50. ലാസ്റ്റ് വന്നിട്ട് ഈ 40ന്റെ ഭാഗത്ത് 50 വരും, 500 വരും, 600 വരും, 700 വരും, 800 വരും. ഇതെല്ലാം പ്രൈസ് ആക്ഷൻ സ്ട്രോങ് ഏരിയ ആണ്. ഈ പ്രൈസ് ആക്ഷൻ സ്ട്രോങ് ഏരിയയിൽ എന്ത് പറ്റും? ഇവിടുന്ന് മാർക്കറ്റിന് നമുക്ക് സ്ട്രോങ് റിജക്റ്റ് കിട്ടും. ഇതുണ്ടോ 340. അതേപോലെ തന്നെ 50 വരും. ആ 50 വരുന്ന ഏരിയ എല്ലാം സ്ട്രോങ് ഏരിയ ആയിരിക്കും. ഓക്കെ, ആ സ്ട്രോങ് ഏരിയ ആയിരിക്കും വരുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ട്രാപ്പിലാക്കുന്നതിന്റെ സിസ്റ്റമാണ് ഞാൻ പറഞ്ഞു തന്നത്. നമുക്ക് നെക്സ്റ്റും കാണിച്ചു തരാം. ട്രാപ്പിലാക്കുന്ന വെച്ചാൽ ഇതുണ്ട് ബേറിഷ് ആണ് സംഭവം. ഇതൊരു ബൂളിഷ് ആണ്. അത് വീണ്ടും ബേറിഷിലേക്കാണ് പോകുന്നത്. ഇത് ബേറിഷിലേക്ക് പോയിട്ട് വീണ്ടും ഒരു സാധ്യതയും കൂടെ ഉണ്ട്. എന്താ സംഭവം? ബേറിഷിലേക്ക് പോയിട്ട് വീണ്ടും സംഭവിക്കാൻ ചാൻസ് ഉള്ള എന്താണ്? അടുത്ത ഒരു സപ്പോർട്ട് ലെവലിൽ മാർക്കറ്റ് റീട്രേസ് ചെയ്തു. നമ്മൾ ഒരു ഏരിയ മാത്രം പ്രതീക്ഷിച്ച് നിൽക്കാൻ പാടില്ല. നമ്മൾക്ക് പ്രതീക്ഷിക്കേണ്ട ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ എന്ത് ചെയ്യണം? നമ്മളതിനെ റെക്റ്റാങ്കിൾ എടുക്കുക. റെക്റ്റാങ്കിൾ എടുത്തിട്ട് കുറച്ചും കൂടെ നമ്മൾ വിത്ത് കൂട്ടിക്കതിന് ശേഷം നമ്മളുടെ സപ്പോർട്ട് ഏരിയ ഏതാണോ, സപ്പോർട്ട് ഏരിയയിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഏരിയ ഓപ്പോസിറ്റ് കളർ ബേറിഷ് ക്യാൻഡലിന്റെ ടോപ്പും ബോട്ടവും ഒരേപോലെ മാർക്ക് ചെയ്യുക. ടോപ്പും ബോട്ടവും ഒരേപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും. കണ്ടോ, സെൻട്രൽ ലൈനിൽ നിന്ന് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് ബേറിഷ് മൂവ്മെന്റും കൊടുക്കാൻ പോവുകയാണ്. ബേറിഷ് മൂവ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും നമുക്ക് ട്രാപ്പ് സംഭവിക്കാം. ഈ ട്രാപ്പും നമ്മൾക്ക് സംഭവിക്കാം. ഈ റീട്രേസിന് ശേഷം ഈ റെഡ് ക്യാൻഡിൽ ഇപ്പൊ ഫോം ആകുന്ന ഈ റെഡ് ക്യാൻഡിൽ നമുക്ക് പ്രീവിയസ് ക്യാൻഡിൽ ആംഗിൾ ഫിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും റെഡ് ക്യാൻഡിലേക്ക് ഡൗണിലേക്ക് എടുക്കും. ഞാൻ ലൈവ് മാർക്കറ്റ് ട്രേഡ് എടുക്കുകയാണ് ഡൗണിലേക്ക്. ഞാൻ ഏകദേശം ഒരു 10 ട്രേഡ് $10,000 ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്കറിയാം ഇത് 100% ഡൗണിലേക്ക് പോകുമെന്ന്. 100% ഇത് ഡൗണിലേക്ക് പോകേണ്ട ക്യാൻഡിലാണ്. കാരണം നെക്സ്റ്റ് ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അതായത് പ്രൈസ് ആക്ഷൻ പറഞ്ഞാൽ 90.88160 ആണ് പ്രൈസ് ആക്ഷൻ ലെവൽ. ടാർജറ്റ്, ഇതിനെ നമ്മൾ ടാർജറ്റ് ഓഫ് ദ വേവ് എന്ന് പറയും. മാർക്കറ്റിന്റെ ടാർജറ്റ് ഓഫ് ദി വേവ്, അതായത് ആ മാർക്കറ്റ് ടാർജറ്റിനനുസരിച്ച് സഞ്ചരിക്കും. ഞാൻ പറഞ്ഞു തരുന്നത് വെച്ചാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഗൈസ്. അതായത് നിങ്ങളെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ നല്ലൊരു വഴിയാണ് പറഞ്ഞു തരുന്നത്, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് പറഞ്ഞു തരുന്നത്. അതായത് നിങ്ങൾ ഒരിക്കലും ഇതിനെ ഗാംബ്ലിംഗ് ആയിട്ട് നിങ്ങൾ കാണരുത്. നിങ്ങൾ ഗാംബ്ലിംഗ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഗാംബ്ലിംഗ് ആയിട്ട്. പക്ഷേ ഓരോ ട്രേഡിനും ഓരോ സൈക്കോളജി ഉണ്ട്, ക്യാൻഡലിന് ഓരോ സൈക്കോളജി ഉണ്ട്. അതിന് നമ്മളുടെ ലോജിക് ഉണ്ട്. നമ്മളുടെ ലോജിക്ക് നല്ല രീതി, എല്ലാത്തിനും ഒരു ലോജിക് ഉണ്ട്. ഒരു ട്രേഡ് ഇപ്പൊ കണ്ടോ, ഞാൻ എടുത്തോണ്ട് 10 ട്രേഡാണ് ഞാൻ എടുത്തോണ്ട ഷുവർ ഷോട്ട്. 10 ട്രേഡ് എടുത്തു, 10 വീണ് 9,000. അതായത് നമുക്ക് നല്ലൊരു എമൗണ്ട് പ്രോഫിറ്റ് കിട്ടി. അതായത് നാട്ടിലെ ഒരു നല്ലൊരു എമൗണ്ട് പ്രോഫിറ്റ് കിട്ടി. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ തേടി കണ്ടെത്തുക. ബെയറിഷ് ആയാലും ബൂളിഷ് ആയാലും ഇങ്ങനെ നിങ്ങൾ തേടി കണ്ടെത്തിയിട്ട് നിങ്ങൾ ഓരോ ട്രേഡ് ചെയ്യാൻ നോക്കുക. പിന്നെ നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ ഒരു എന്താ പറയാ, നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇങ്ങനെ മാർക്കിങ് ചെയ്ത് വരച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകും? അതായത് ഈ മാർക്കിങ്ങും ഈ വരയും കണ്ടാൽ ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? ഞാൻ സ്റ്റാർട്ടിങ്ങിലെ വരച്ചാണ് നിങ്ങളെ കാണിച്ചത്, കൺവേർട്ട് ചെയ്തേക്കുന്നതും. അതായത് ഇതൊരു സപ്പോർട്ടാണ്. ഇപ്പം മുകളിൽ പോകുന്ന ഏരിയയെ സപ്പോർട്ടെന്നും താഴെ പോകുന്ന ഏരിയയെ നമ്മൾ എന്ത് പറയും? റെസിസ്റ്റൻസ് എന്നും. മുകളിൽ പോകുന്ന ഏരിയയെ നമ്മൾ റെസിസ്റ്റൻസ് എന്നും താഴെ ഭാഗത്തെ നമ്മൾ സപ്പോർട്ട് എന്നും പറയും. അപ്പൊ ഇതും സപ്പോർട്ടാണ്. ഈ താഴെ വരച്ചേക്കുന്ന ഏരിയ സപ്പോർട്ടാണ്. ഇത് റെസിസ്റ്റൻസ് ആണ്. ഏത്? ഈ ഏരിയ റെസിസ്റ്റൻസ് ആണ്, ഈ ഏരിയ റെസിസ്റ്റൻസ് ആണ്, ഈ ഏരിയ സപ്പോർട്ടാണ്. ഈ ഏരിയ റെസിസ്റ്റൻസ് ആണ്, ഈ ഏരിയ സപ്പോർട്ടാണ്. ഇങ്ങനെ നിങ്ങൾ ഓരോ ഏരിയയും കണ്ടെത്തുക. അല്ലാതെ ചുമ്മാതെ ട്രേഡ് എടുക്കാനുള്ള ഒരിക്കലും അത് നിങ്ങളുടെ ധനനഷ്ടത്തിലേക്കായിരിക്കും നിങ്ങൾ പോവുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ
പറഞ്ഞു തന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഈ വീഡിയോ ശരിക്കും കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എനിക്ക് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണോ അതോ ഒരു ഫേക്ക് വീഡിയോ ആണോ, യാഥാർത്ഥ്യമാണോ അതോ ഒരു ഫേക്ക് വീഡിയോ ആണെന്ന് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പം നമ്മളുടെ ഈ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ വളരെയധികം ഗുണപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.